ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് സ്പേസ്. ഞാനിപ്പോൾ 2 ദിവസമായിട്ട് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ മൈ ക്ലബ് ഈസ് ഫൈനലി ബാക്ക്. ബാർസലോണ ഈസ് ബാക്ക് ഇൻ ബിസിനസ്. ബാർസലോണ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ വിൻഡോ ആണ് നമ്മൾ മുമ്പ് കൂടെ കടന്നു പോകുന്നത്. അതായത് പ്ലെയറുമായിട്ട് പെട്ടെന്ന് പേഴ്സണൽ ടേംസ് അഗ്രി ചെയ്യുന്നു, കോൺട്രാക്ട് സൈൻ ചെയ്യുന്നു, അങ്ങനെ പെട്ടെന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഓവർ ഡ്രാമ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാർസലോണ നമ്മൾ കുറേ ആയിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആന്റണി ഗോർഡൻ്റെ ഡീല് ഹിയർവിഗോ വന്നിട്ടുണ്ട്. 70 മില്യൺ പ്ലസ് 10 മില്യൺ ആഡ് എന്നുള്ള രീതിയിലാണ് കോൺട്രാക്ട് എന്നാണ് ഫെബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഗോർഡൻ വരുന്ന സമയത്ത് പല ആൾക്കാർക്ക് പല ഡൗട്ടുകളുണ്ട്. അതായത് ഇങ്ങനത്തെ ഒരു പ്ലെയർ ഇത്രയും മില്യൺ കൊടുത്തിട്ട് ടീമിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോയെന്നുണ്ട്. പക്ഷേ എൻ്റെ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ഫ്ലിക്ക് ഇങ്ങനത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനൊരു യൂസ് ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ റാഫിനേൻ്റെ പോലത്തെ ഒരു പ്രൊഫൈൽ ഭയങ്കരമായിട്ട് ഫോർവേഡിൽ എവിടെ വേണമെങ്കിൽ കളിക്കാൻ പറ്റുന്ന, 2 വിങ്ങിലും കളിക്കാൻ പറ്റുന്നത്, അതുപോലെ നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്ന ഒരു പ്ലെയറാണ് ഗോർഡൻ എന്ന് പറയുന്നത്. അപ്പം ഫ്ലിക്ക് അങ്ങനത്തെ ഒരു പ്ലെയറിനെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് യൂസ് ഉണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഗോർഡൻ വരുന്ന സമയത്ത് വേറൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റാഷ്ഫോർഡിൻ്റെ ഡീലാണ്. ഇപ്പം 30 മില്യൺ എന്നുള്ളൊരു വാല്യൂ കൊടുത്താൽ മാത്രമേ റാഷ്ഫോർഡിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നമുക്ക് തരുള്ളൂ. അപ്പോൾ അത് ഇനി എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കി കണ്ടറിയാം. അപ്പോൾ അടുത്ത റൂമർ എന്ന് പറയുന്നതാണ് ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന റൂമർ. അത് പറഞ്ഞാൽ ഒബിയസ്ലി ജൂലിയൻ അൽവാരസിൻ്റെയാണ്. അപ്പോൾ ഞാൻ ശരിക്കും ബാർസലോണയ്ക്ക് പറ്റിയൊരു സ്ട്രൈക്കർ പ്രൊഫൈലിനെ പറ്റി വീഡിയോ ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായ ഏറ്റവും 2 പ്ലേയേഴ്സ് എന്ന് പറയുന്നത് ഹാരി കെയ്നും ജൂലിയൻ അൽവാരസുമാണ്. അപ്പോൾ ഹാരി കെയ്ൻ ബേസിക്കലി അൺടച്ചബിൾ ആണ്, ബയണിന് വരുന്നില്ല എന്നുള്ള നമുക്കറിയാം. ഭയങ്കര ഹാപ്പിയാണ് പുള്ളിക്കാരനാണ്. അപ്പോൾ അൽവാരസിൻ്റെ കേസ് ഞാൻ അങ്ങനെ തന്നെ വിചാരിച്ചത്. അൽവാരസും അത്ലറ്റിക്കോ ഹാപ്പി ആയിരിക്കും, ടീം ഈ അടുത്തൊന്നും മാറുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അവിടെ നിന്നാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മാറിയത്. അത് അൽവാരസ് ടീമിനെ അറിയിച്ചിട്ടുണ്ട്, അത്ലറ്റിക്കോനെ അറിയിച്ചിട്ടുണ്ട്, എനിക്ക് ടീം വിടണം, എൻഡ് ഓഫ് സീസണിൽ ടീം വിടണം എന്ന് അറിയിച്ചിട്ടുണ്ടെന്നാണ് ഫെബ്രീസിയോ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബാർസലോണ ഒരു 100 മില്യൻ്റെ പാക്കേജുമായിട്ടാണ് അത്ലറ്റിക്കോ എടുത്ത് പോകുന്നത്. അപ്പോൾ അത്ലറ്റിക്കോ ഒബിയസ്ലി അത് റിജക്റ്റ് ചെയ്യാൻ സാധ്യത. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 75 മില്യൺ പ്ലസ് 20 മില്യൺ അങ്ങനെ ഒരു 95 മില്യൻ്റെ പാക്കേജിലാണ് മാൻ സിറ്റിയിൽ നിന്ന് അൽവാരസ് അത്ലറ്റിക്കോയിൽ എത്തുന്നത്. അപ്പം മിനിമം ഒരു 130-150 മില്യൺ വരെയൊക്കെ അത്ലറ്റിക്കോ ചോദിക്കും. അത്ലറ്റിക്കോയും ബാർസയും തമ്മിലുള്ള ബന്ധവും അത്ര നല്ലതല്ല. അതുകൊണ്ട് തന്നെ 130 മില്യൺ 150 മില്യൺ വരെ അത്ലറ്റിക്കോ ചോദിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അൽവാരസ് വന്നു കഴിഞ്ഞാൽ ആ ടീമിന് ഭയങ്കര ഒരു ബൂസ്റ്റ് ചെയ്യും. കാരണം ഫ്രണ്ട് ത്രീയിൽ എവിടെയാണ് കളിക്കാൻ പറ്റുന്ന ഭയങ്കര ബോൾ പ്ലേയിങ് എബിലിറ്റി ഉള്ള, പ്രസ് റെസിസ്റ്റൻ്റ് ആയ, അതേപോലെ തന്നെ ഡെഡ് ബോൾ സ്പെഷ്യലിസ്റ്റ് ആണ്, ഫ്രീ കിക്ക് ടേക്ക് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. അപ്പം അങ്ങനെ പല എബിലിറ്റീസും ഉള്ള, അതേപോലെ തന്നെ പ്രൂവൺ വിന്നറാണ്. വേൾഡ് കപ്പ് അടിച്ചിട്ടുണ്ട്, UCL അടിച്ചിട്ടുണ്ട്, പ്രീമിയർ ലീഗ് അടിച്ചിട്ടുണ്ട്, അതേപോലെ ഇംഗ്ലണ്ടിലും അർജന്റീനയിലൊക്കെ ഡൊമസ്റ്റിക് കപ്പുകൾ അടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു പ്ലെയർ ടീമിലേക്ക് വരുമ്പം എന്തുകൊണ്ടാണ് ടീമിന് ഗുണം ചെയ്യുന്നതായിരിക്കും. പക്ഷേ ബാർസയ്ക്ക് ഏറ്റവും റിക്രൂട്ട്മെന്റ് വേണ്ട ഏരിയ എന്ന് പറയുന്നത് ഓഫ്കോഴ്സ് അത് ഡിഫൻസ് ആണ്. ഇനിഗോ മാർട്ടിനസ് ടീം വിട്ട് പോയതിന് ശേഷം ബാർസയ്ക്ക് ഉണ്ടായ ഡിഫൻസീവ് ഇഷ്യൂസ് എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ബാർസലോണൻ്റെ UCL ഔട്ടിങ്സും ഡിഫൻസീവ് ഇഷ്യൂസും ഒരു നെവർ എൻഡിങ് ലവ് സ്റ്റോറി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അടക്കമുള്ള പല ഫാൻസ് വിചാരിച്ചത് ബസ്റ്റോണി ടീമിലേക്ക് വരുന്നുള്ളതാണ്. അപ്പോൾ സ്ട്രോങ് റൂമേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ററിൻ്റെ പ്രസിഡന്റ് പബ്ലിക്കലി പറഞ്ഞിട്ടുണ്ട് ബസ്റ്റോണിക്ക് ടീം വിടാൻ ഉദ്ദേശമില്ല എന്നുള്ളത്. പിന്നെ ഇപ്പം ഓൺലൈനായിട്ട് സർഫസ് ചെയ്യുന്ന ഒരു റൂമർ എന്നാണ് ജോസ്കോ ഗാർഡിയോളിൻ്റെയാണ്. അപ്പോൾ ഇങ്ങനെ വാലിഡ് ആയിട്ടുള്ള സോഴ്സുകളൊന്നും പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. ഇൻസ്റ്റാഗ്രാം പേജുകൾ അതേപോലെ തന്നെ ട്വിറ്റർ ഹാൻഡിലൊക്കെ ഇങ്ങനെ ന്യൂസ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്നാമത് ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയർ ആണ്, LC പേര് കളിക്കാൻ പറ്റും, LB ആയിട്ട് കളിക്കാൻ പറ്റും, പിന്നെ നല്ല റിക്കവറി പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഹൈലൈൻ ഡിഫൻസ് കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. ഇങ്ങനെ ബാർസയ്ക്ക് പറ്റിയൊരു പ്രൊഫൈൽ പ്ലെയർ ആയതുകൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ റൂമറുകൾ പരക്കുന്നത്. പിന്നെയുള്ളൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ബെർണാഡോ സിൽവയാണ്. അപ്പം ബെർണാഡോ സിൽവ സിറ്റി എന്തായാലും വിടും, അപ്പോൾ ഫ്രീ ഏജൻ്റ് ആയിട്ടാണ് ഉണ്ടാകുക. അപ്പം വേജ് കട്ടെടുക്കാൻ തയ്യാറാണെങ്കിൽ ബാർസയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ബെർണാഡോ സിൽവ. അപ്പം ഞാനിങ്ങനെ ഫ്രണ്ടിനോട് ചോദിച്ചാൽ ബെർണാഡോ സിൽവ ഇങ്ങനെ ടീമിൽ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് വെച്ചപ്പം ഓമാർ ഒത്തൻ എന്ന് പറഞ്ഞാൽ എല്ലാ ടീമിനും ഒരു അങ്കിൾ വേണം. കാരണം പറഞ്ഞാൽ വി ഹാവ് ഡൺ ദിസ് ബിഫോർ, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് പ്ലെയർ വേണം. അപ്പം അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബെർണാഡോ സിൽവയ്ക്ക് പറ്റും. അപ്പോൾ ഓഫ്കോഴ്സ് ബെർണാഡോ സിൽവയ്ക്ക് എന്തായാലും സ്റ്റാർട്ടിംഗ് ലൈനപ്പിലൊന്നും അവസരം കിട്ടാൻ സാധ്യതയില്ല, റൊട്ടേറ്റ് ചെയ്ത് കളിപ്പിക്കാൻ മിക്കവാറുണ്ടാകും. പക്ഷേ അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി ടീമിലേക്ക് കൊണ്ടുവരാൻ, അതായത് ഞാനിത് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, എനിക്കിത് ഞാൻ പ്രൂവ് ചെയ്തൊരു പ്ലെയറാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ടീമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ബെർണാഡോ സിൽവയ്ക്ക് പറ്റും. ജാവ കാസലിൻ്റെ ഡീല് പെർമനൻ്റ് ആക്കാന്നുള്ള റൂമർ ഇങ്ങനെ ഓൺലൈനായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടുകൂടി നമ്മൾ കൂട്ടിയായി കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ജൂൾസ് കൂണ്ടൻ്റെ ഔട്ടിങ്ങും ഇതിനെപ്പറ്റി ഇങ്ങനെ റൂമറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഒരു വാലിഡ് സോഴ്സിൽ നിന്ന് വന്നൊരു ഇൻഫർമേഷൻ ആയിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ ഫൈനലി ബാർസലോണ ട്രാൻസ്ഫർ വിൻഡോയിൽ വീണ്ടും ആക്റ്റീവ് ആയിരിക്കുകയാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് മുമ്പ് വരെ ബാർസലോണ അങ്ങനെ അല്ലായിരുന്നു. ബാർസലോണയ്ക്ക് ഉണ്ടായ ഫിനാൻഷ്യൽ ഇഷ്യൂസും അതിൻ്റെ കാരണങ്ങളും, അപ്പോൾ അതേപോലെ തന്നെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ടീമിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്ന പ്ലേയേഴ്സിനും അതേപോലെ തന്നെ കോച്ചിനെ പറ്റി നമ്മൾ പറയണം. ബാർസലോണയുടെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗം നടക്കുന്നത് ബെർത്തോമ പ്രശ്നങ്ങൾ എന്നൊക്കെ ടൈമിലാണ്. ആ ടൈമിൽ ഹൈ സ്പെൻഡിങ് ട്രാൻസ്ഫറുകൾ നടക്കുന്നുണ്ട്. ഡെംബലെ ആയിക്കഴിഞ്ഞാലും കുട്ടിഞ്ഞോ ആയിക്കഴിഞ്ഞാലും ഗ്രീസ്മാൻ ആയിക്കഴിഞ്ഞാലും ഇതിനൊരു ഉദാഹരണമാണ്. അതേപോലെ തന്നെ മാർക്ക് ബയലിൻ്റെ മുകളിലുള്ള ഒരു സാലറി ക്യാപ്പ് നൽകി പ്ലേയേഴ്സിനെ ടീമിൽ നിലനിർത്തുന്നതും ബാർസലോണയ്ക്ക് ഒരു ഇഷ്യൂ ആയിട്ട് മാറുന്നുണ്ട്. കോവിഡ് വന്നിട്ട് റവന്യൂ കുറയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ 1:1 റേഷ്യോ അറ്റൈൻ ചെയ്യാൻ വേണ്ടി ടീമിന് പറ്റുന്നില്ല. ഈ ലാലിഗയിലെ 1:1 റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 1:1 റൂളുള്ള ടീമുകൾക്ക് മാത്രമാണ് 100 മില്യൺ റവന്യൂ കിട്ടുകയാണെങ്കിൽ അതേ 100 മില്യൺ സ്പെൻഡ് ചെയ്യാനും പറ്റുള്ളൂ. ഇങ്ങനത്തെ 1:1 റൂള് ഇല്ലാത്ത ടീമുകൾക്ക് 100 മില്യൺ റവന്യൂ വന്നു കഴിഞ്ഞാൽ ഒരു 25-50% റവന്യൂ മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ബാർസലോണ ട്രാൻസ്ഫർ ആക്ടിവിറ്റീസ് ലിമിറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ 1:1 റൂൾ അറ്റൈൻ ചെയ്തത് ബാർസയ്ക്ക് വലിയ പ്രശ്നമാകുന്നുണ്ട്. അതായത് പുതിയ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് കൂണ്ടേനെ ഓലമോ രജിസ്റ്റർ ചെയ്യാനൊക്കെ ബാർസ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടാണ്.
അതേപോലെ തന്നെ ഒരു ബാർസ ഫാനും മറക്കാത്ത മെസ്സിൻ്റെ ഔട്ട് ഗോയിങ്ങും ഈ 1:1 റൂളിൻ്റെ പ്രശ്നത്തിൽ വരുന്നതാണ്. ഈ ബുദ്ധിമുട്ടൊക്കെ സർവേ ചെയ്യാൻ വേണ്ടി തന്നെ ബാർസലോണ എക്കണോമിക് ലിവേഴ്സ് ആക്ടിവിറ്റി എന്ന്, അതായത് ഫ്യൂച്ചർ അസറ്റ് വിറ്റുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് ഉണ്ടാക്കുക. അതായത് ബാർസലോണേൻ്റെ TV റൈറ്റ്സിൻ്റെ പെർസെൻറ്റേജുകളും അതേപോലെ തന്നെ ബാർസ മീഡിയ സ്റ്റുഡിയോൻ്റെ പെർസെൻറ്റേജുകളൊക്കെ ബാർസ സെയിൽ ചെയ്യാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ലെവാൻഡോസ്കിനെ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാർസലോണയ്ക്ക് പറ്റുന്നുണ്ട്. ഇപ്പം ക്ലബ്ബ് സ്റ്റേബിളായിട്ട് മാറിയിട്ടുണ്ട്. ഒരു യങ് ഗ്രൂപ്പ് ഓഫ് പ്ലേയേഴ്സ് ടീമിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്ലേയേഴ്സ് വെറ്ററൻ പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പുതിയ സ്പോട്ടിഫൈ ക്യാമ്പിനും പുതിയ സ്പോൺസർഷിപ്പ് ഡീലുകളും അതേപോലെ തന്നെ ഇൻക്രീസ് റവന്യൂ ഒക്കെ ക്ലബിൻ്റെ നോർമൽ ഓപ്പറേഷൻസിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ക്ലബിന് സഹായിച്ചിട്ടുണ്ട്. നമ്മൾ ബാർസ ഫാൻസ് ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറച്ച് ആൾക്കാർ നമ്മുടെ ക്ലബിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. 2021 മെസ്സി ബാർസലോണ വിടുന്നത്. അപ്പോൾ മെസ്സി ബാർസലോണ വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാലം ആ ടീമിൻ്റെ ഭാരം ചുമന്ന ഒരാളെന്ന് പറഞ്ഞാൽ അഫ്കോഴ്സ് അത് ലയണൽ മെസ്സിയാണ്. അപ്പോൾ മെസ്സി പോകുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ശൂന്യത എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതേപോലെ തന്നെ മെസ്സി പോകുന്നതോടുകൂടി ഒരു വലിയ ലോസ് ഓഫ് ഇൻകം സംഭവിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ ടീമിലേക്കാണ് 2021 നവംബറിൽ സാവി വരുന്നത്. അപ്പോൾ സാവി വന്നു കഴിഞ്ഞിട്ട് സാവി ഉണ്ടാക്കിയ മാറ്റങ്ങളും പുള്ളിക്കാരൻ കൊണ്ടുവന്ന യങ് പ്ലേയേഴ്സും, അതായത് ആ യങ് പ്ലേയേഴ്സാണ് ഇന്നത്തെ, അതായത് ഈ ഹൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിലെ ബാർസ ടീമിൻ്റെ മെയിൻ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെന്ന് പറയുന്നത്. അപ്പം സാവി കൊണ്ടുവന്ന മാറ്റങ്ങളും അതേപോലെ തന്നെ സാവി ലാലിഗയും അടിക്കുന്നുണ്ട്. അപ്പം പുള്ളിക്കാരൻ്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഗാവിയുടെ ടീമിലേക്ക് കൊണ്ടുവരുന്നത് സാവിയാണ്. കൂമൻ്റെ അണ്ടറിലാണ് ഗാവി ഡെബ്യൂ ചെയ്യുന്നത്. പക്ഷേങ്കിൽ ടീമിൻ്റെ ഒരു മെയിൻ ഘടകമാക്കിയിട്ട് ഗാവിനെ മാറ്റുന്നത് സാവിയാണ്. അപ്പം ഗാവി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പ്ലെയറാണ്. അത്രയും അഗ്രഷനുള്ള, അത്രയും പ്ലേയിങ് ഫോർ ദ ബാഡ്ജ് മെൻറ്റായിട്ടുള്ള പ്ലെയർ എനിക്ക് അധികം കാണാൻ കിട്ടില്ല ഇന്നത്തെ തലമുറയിൽ. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഒരു മൊമെൻറ്റ് ഓർമ്മയുണ്ട്. നിലത്ത് കിടന്നിട്ട് ഒരു ബോൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരനെ എടുത്ത് ചാടുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഒരു മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കരിയർ എൻഡിങ് മാത്രമല്ല, ഒരു ലൈഫ് എൻഡിങ് ഇഞ്ചറി വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ ക്ലബിന് വേണ്ടി അങ്ങനത്തെ ഒരു പ്ലെയർ കളിക്കാന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഹൈ എന്ന് പറയുന്നത് വേറെ തന്നെയാണ്. അതേപോലെ സാവി കൊണ്ടുവന്ന വേറൊരു മാറ്റം എന്ന് പറയുന്നത് ബാൾഡയാണ്. ജോഡി ആൽവയ്ക്ക് പകരം ബാൾഡനെ ടീമിലേക്ക് കൊണ്ടുവന്നത് സാവിയാണ്. അപ്പം ബാൾഡെ ഇന്നത്തെ ബാർസയ്ക്ക് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ആണെന്ന് എല്ലാവർക്കും അറിയാം. അത്രയും വിടുത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെഫ്റ്റ് വിംഗർ ആയിട്ട് പോലും കളിക്കാൻ വേണ്ടി ഹൻസി ഫ്ലിക്കിൻ്റെ അണ്ടറിൽ ബാൾഡേക്ക് പറ്റുന്നുണ്ട്. ഓഫ്കോഴ്സ് അടുത്ത പ്ലെയർ എന്ന് പറഞ്ഞാൽ ലെമിൻ യമാലാണ്. അപ്പോൾ ലെമിൻ യമാലിനെ പറ്റി ആർക്കും പറഞ്ഞേണ്ട കാര്യമില്ല. ജനറേഷണൽ ടാലൻ്റാണ്. ഇപ്പം ബാർസ മാച്ച് ഉറ്റു നോക്കുന്നത് ലെമിൻ യമാൽ എങ്ങനെയാണ് മുമ്പോട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ യമാലെ ടീമിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത് സാവിയാണ്. 15ാം വയസ്സിലാണ് ലെമിൻ യമാലെ ഡെബ്യൂ നടത്തുന്നത്. അപ്പം ഒരു കോച്ച് തൻ്റെ മേൽ ഉണ്ടാക്കുന്ന വിശ്വാസം, അതായത് മെയിൻ മാച്ചിൽ സ്റ്റാർട്ട് ചെയ്യുക, പ്രഷറുള്ള മാച്ചസ് സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ ഇത് ഒരു പ്ലെയറിന് കൊടുക്കുന്ന കോൺഫിഡൻസ് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അപ്പോൾ യമാലിൻ്റെ ഗ്രോത്തിന് ഏറ്റവും അധികം സഹായിച്ചൊരു ഒരു മാനേജർ എന്ന് പറയുന്നത് അഫ്കോഴ്സ് അത് സാവിയാണ്. അതേപോലെ സാവി ടീമിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന മറ്റൊരു പ്ലെയറാണ് ഫെർമിൻ ലോപ്പസ് എന്ന് പറയുന്നത്. ഈ ഫെർമിൻ ലോപ്പസും ഗാവിയും ഒക്കെ ഒരേ അച്ചിൽ വാർത്താത്ത ടൈപ്പ് ഓഫ് പ്ലേയേഴ്സാണ്. അത്രയും അഗ്രഷനുള്ള, അത്രയും വർക്കായിട്ടുള്ള പ്ലേയേഴ്സിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഫെർമിനും കൂടാതെ തന്നെ പാവു കുബാർസിനെ ടീമിലേക്ക് കൊണ്ടുവരുന്നതും ഇതേപോലെ സാവിയാണ്. അപ്പോൾ കുബാർസ് എത്രത്തോളം ഇമ്പോർട്ടൻറ്റ് പ്ലെയറാണ് ബാർസൻ എന്ന് എനിക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഒരു യങ് പ്ലെയറിന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പൊസിഷനാണ് സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത്. അതായത് ഭയങ്കര പ്രഷർ ഹാൻഡിൽ ചെയ്യേണ്ട, കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ഒരു പ്ലെയർ നിൽക്കേണ്ട ഒരു പൊസിഷനാണ് സെൻറ്റർ ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ പോലും കുബാർസ് UCL മാച്ചസിൽ പോലും സ്റ്റാർട്ട് ചെയ്ത് പെർഫോം ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ മറ്റൊരു പ്ലെയർ എന്ന് പറഞ്ഞാൽ മാർക്ക് കസാഡോ ആണ്. അപ്പം ബുസ്കറ്റ്സിൻ്റെ ഷൂസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കസാഡോ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും വലിയൊരു റോൾ ഏറ്റെടുത്ത് അത് നല്ല വൃത്തി ചെയ്യാൻ വേണ്ടി കസാഡയ്ക്ക് പറ്റുന്നുണ്ട്. അതേപോലെ ആ ടൈമിൽ നമ്മുടെ ടീമിലേക്ക് വന്ന പ്ലേയേഴ്സിന് നമ്മൾ വളരെയധികം റെസ്പെക്ട് കൊടുക്കണം. മെംഫിസ് ഡീപ്പെ നമ്മുടെ ടീമിലേക്ക് വന്നൊരു പ്ലെയറാണ്. അങ്ങനെ മെംഫിസ് ഡീപ്പെ ടീമിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വലുതാണ്. അതേപോലെ ഫ്രാങ്ക് കെസ്സി ആ ടൈമിൽ AC മിലാൻ കളിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ലിവർപൂൾ, അതായത് യർഗൻ നോപ്പിൻ്റെ ലിവർപൂൾ എന്നൊരു ഓഫർ ഇട്ടിട്ട് അത് ഒഴിവാക്കിയിട്ടാണ് കെസ്സി ബാർസയിൽ ജോയിൻ ചെയ്യുന്നത്. പുള്ളിയുടെ ഒരു ലാസ്റ്റ് മിനിറ്റ് വിന്നർ അഗൈൻസ്റ്റ് റയൽ മാഡ്രിഡ് എൽ ക്ലാസിക്കോയും പുള്ളിൻ്റെ ഐക്കോണിക് സെലിബ്രേഷനൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അതേപോലെ ബാർസ മിഡ്ഫീൽഡിൽ ഇല്ലാതൊരു സാധനമായിരുന്നു ഫിസിക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഫിസിക്കാലിറ്റി ടീമിലേക്ക് കൊണ്ടുപോകുന്നതും മിഡ്ഫീൽഡിലേക്ക് ഒരു ഫിസിക്കാലിറ്റി കൊണ്ടുപോകുന്നത് കെസ്സിയാണ്. അതേപോലെ നമ്മൾ ഡിഫൻഡേഴ്സായിട്ട് വന്ന എറിക് ഗാർഷ്യയും അതേപോലെ തന്നെ ക്രിസ്ത്യൻസനും, ഇവർ രണ്ടുപേരും നമ്മൾ സ്റ്റേബിൾ ആകാത്തൊരു ടൈമിൽ ടീമിലേക്ക് കൊണ്ടുവന്നൊരു സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ ആണ്. പിന്നെ ഞാൻ വിചാരിക്കാത്തൊരു സർപ്രൈസ് ഹിറ്റ് എന്ന് പറയുന്നത് ലൂക്ക് ഡിയോങ്ങിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിനോട് തന്നെ കഥ പറയുമ്പോൾ ഈ പ്ലെയറൊക്കെ വർക്കാവെന്ന് ചോദിച്ചിരുന്നു. ക്ലച്ച് മൊമെൻറ്റിൽ ഹെഡ് ചെയ്ത് ഗോൾ അടിക്കുക, അതായത് ചില സമയത്ത് ഡെലിവർ ചെയ്യുക, അതായത് ഇമ്പോർട്ടൻറ്റ് മാച്ചസിൽ ഡെലിവർ ചെയ്യുക, അങ്ങനെയൊക്കെ പറഞ്ഞ് പല സമയത്തും നമ്മുടെ ടീമിൻ്റെ രക്ഷകനായിട്ട് മാറാൻ ലൂക്ക് ഡിയോങ്ങിന് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങൾ ഫ്രണ്ട്സ് തമാശ പറയും ക്രോസ് ആൻഡ് ഇൻഷാള്ള ആയിട്ട് ലൂക്ക്, അങ്ങനെ ഒരു തമാശ ഇങ്ങനെ ഒരു പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സർപ്രൈസ് ഹിറ്റാവാൻ ലൂക്ക് ഡിയോങ്ങിനും പറ്റുന്നുണ്ട്. പിന്നെ അഗ്യൂറോ ടീമിലേക്ക് വരുന്നുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ ഹെൽത്ത് ഇഷ്യൂസും ഹാർട്ടിൻ്റെ ഇഷ്യൂസൊക്കെ ആയിട്ട് കരിയർ തന്നെ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു അവസരത്തിൽ നമ്മൾ മുമ്പേ നമ്മുടെ ടീമിനെ സഹായിച്ച പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ കോച്ചിനൊക്കെ നമ്മൾ ഓർത്തിക്കൊണ്ട് നിർബന്ധമാണ്. ഞാൻ ഇതുവരെ ചെയ്ത വീഡിയോകളിൽ ഏറ്റവും എക്സൈറ്റ്മെൻറ്റോട് ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പം പുതിയ സൈനികൾ വരട്ടെ, നല്ല സൈനികൾ വരട്ടെ. ഈ സൈനികളൊക്കെ വർക്കായിട്ട് കുറേ കാര്യം നമുക്ക് കിട്ടാണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ ബാർസലോണയ്ക്ക് പറ്റട്ടെ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. അണ്ടിൽ നെക്സ്റ്റ് ടൈം, പീസ് ഔട്ട്.